ഗുഡ് ഈവനിങ്. അപ്പൊ സമ്മാനപ്പെട്ടി എന്ന പാഠത്തിന്റെ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് ഇന്ന് പറയാനുണ്ട് അല്ലേ? അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഓക്കെ, പേജ് നമ്പർ 32 ആണ്. അതില് പദങ്ങളുടെ അർത്ഥം അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പാഠം 8 സമ്മാനപ്പെട്ടിന്ന് എഴുതിയിട്ട് അർത്ഥം എഴുതണം. അർത്ഥം എന്താണ്? രാജാധിപത്യം അല്ലെ? രണ്ടുപേർക്കും രാജാധിപത്യമുള്ള കാലം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. രാജാധിപത്യം, രാജാവകാശം. അർത്ഥം. നെക്സ്റ്റ് എഴുതുന്നുണ്ടോ നിങ്ങളിപ്പോ? എഴുതിക്കോ. രാജാധിപത്യം, രാജാവകാശം. കോവിലകം, രാജമന്ദിരം. കോവിലകം, രാജമന്ദിരം. നെക്സ്റ്റ് നർമ്മഭാഷണം. എഴുതിയോ? പാഠം 8 സമ്മാനപ്പെട്ടിന്ന് എഴുതിയില്ലേ? അത് കഴിഞ്ഞിട്ട് അർത്ഥം എന്ന് എഴുതിയിട്ട് ജോസി അർത്ഥം തന്നെ എഴുതണം. ഓക്കെ, അർത്ഥം എഴുതുക എന്ന് എഴുതണം. അത് കഴിഞ്ഞിട്ട് താഴെ രാജാധിപത്യം. അർത്ഥം എന്താ? രാജാവകാശം അല്ലേ? നെക്സ്റ്റ് കോവിലകം. കോവിലകം എന്താ അർത്ഥം? രാജമന്ദിരം. കോവിലകം, രാജമന്ദിരം. ഓക്കെ, കോവിലകം, രാജമന്ദിരം. നെക്സ്റ്റ് നർമ്മഭാഷണം. ഏഞ്ചൽ എഴുതുന്നില്ലേ? ഏഞ്ചല് ഓക്കെ. നർമ്മഭാഷണം, വെടിപറച്ചിൽ അല്ലെ? നർമ്മഭാഷണം, വെടിപറച്ചിൽ. ലോപിക്കുക, നഷ്ടമാകുക, അല്ലെങ്കിൽ എന്താ? കുറയുക. ജോസി എഴുതിയോ മോളെ? ജോസി എഴുതുന്നില്ലേ? എഴുത്, ഓൺ ടൈമിൽ തന്നെ എഴുത്. ലോപിക്കുക, കുറയുക. ഏഞ്ചൽ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഏഞ്ചൽ എഴുതിയോ? ലോപിക്കുക, കുറയുക, അല്ലെങ്കിൽ നഷ്ടമാവുക. നെക്സ്റ്റ് തന്ത്രം. തന്ത്രം, കൗശലം. തന്ത്രം, കൗശലം. തന്ത്രം, കൗശലം. നെക്സ്റ്റ് ഓക്കെ, കംപ്ലീറ്റ് ആയി അല്ലേ? ദുഃഖം. എന്താ ഇവിടെ നടക്കുന്ന റുവൈസ്? അപ്പോ നമ്മളിപ്പോ അർത്ഥം എഴുതിയാണ് സമ്മാനപ്പെട്ടി എന്ന പാഠത്തിന്റെ. അതില് കുണ്ഠിതം, ദുഃഖം. നെക്സ്റ്റ് യഥായോഗ്യം, യോഗ്യതക്ക് അനുസരിച്ച്. യഥായോഗ്യം, യോഗ്യതക്ക് അനുസരിച്ച്. നെക്സ്റ്റ് പര്യായ പദം അല്ലെ? പര്യായ പദം എഴുതി നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. നർമ്മം, നേരമ്പോക്ക്, തമാശ, ഫലിതം. കോവിൽ, ക്ഷേത്രം, അമ്പലം, ദേവാലയം. ക്ഷേത്രം, അമ്പലം,
ദേവാലയം. എഴുതിയോ ഗ്രേസേ? ഓക്കെ. നെക്സ്റ്റ് നാനാർത്ഥം. ജോസി സംസാരിച്ചോണ്ടെന്ന് എഴുതാൻ പറ്റില്ല. നാനാർത്ഥം. ആക്ഷേപം, നിന്ദ, കുറ്റം, പരാതി. നമ്മുടെ സമ്മാനപ്പെട്ടി എന്ന പാഠത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞില്ലേ മിസ് ആദ്യം? കേറിയ പാടും കേറിയ പാടും. ഇപ്പൊ എന്തെഴുതണം? സമ്മാനപ്പെട്ടിന്ന് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക, എന്നിട്ട് അതിന്റെ അർത്ഥം എഴുതുകന്ന് എഴുതിയിട്ട് ഇതിൽ ടെക്സ്റ്റിലുള്ളതാണ് മിസ് പറയുന്നത്. വൈസേ എഴുതാൻ തുടങ്ങിയോ? ഓക്കെ. ഇപ്പൊ നാനാർത്ഥം ആണ് ഇപ്പൊ നമ്മൾ എഴുതുന്നതില്. ആക്ഷേപം, നിന്ദ, കുറ്റം, പരാതി. തന്ത്രം, സൂത്രം, വഞ്ചന, പൂജാക്രമം. നെക്സ്റ്റ് ഉത്തരം അല്ലെ? നാനാർത്ഥം മൂന്നെണ്ണം ഉള്ളത്. ഒന്ന് ആക്ഷേപം, തന്ത്രം, ഉത്തരം. ഉത്തരം വടക്കുദിക്ക്, മറുപടി, ഭിത്തിക്കുമീതെ വെക്കുന്ന തടി. ഇതിനൊക്കെ നമ്മൾ ഉത്തരം എന്ന് പറയാറുണ്ട്. നെക്സ്റ്റ് വാക്യത്തിൽ പ്രയോഗിക്കുന്നത് നിങ്ങൾ ഇപ്പോ എഴുതണ്ട. നിങ്ങൾ ഇപ്പോ എന്ത് ചെയ്യുക? മാതൃക നോക്കി പൂരിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ എഡ്വിൻ? ഓക്കെ, കഴിഞ്ഞു അല്ലേ? അവിടെ വരുത്തി. അപ്പൊ വാക്യത്തിൽ പ്രയോഗിക്കുക എന്നുള്ളത് ഇപ്പൊ എഴുതണ്ട. നിങ്ങൾ നാനാർത്ഥം വരെ എഴുതി കഴിഞ്ഞതിന് ശേഷം, നാനാർത്ഥം എഴുതി കഴിഞ്ഞതിന് ശേഷം എന്ത് എഴുതുക? നാനാർത്ഥം എഴുതി കഴിഞ്ഞാല് അതിന്റെ മൂന്നെണ്ണം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് എഴുതണം? മാതൃക നോക്കി പൂരിപ്പിക്കുക എന്നുള്ളത് എഴുതുക. സന്ദർശിക്കുക, സന്ദർശനം തന്നിട്ടുണ്ട് അല്ലേ? സന്ദർശിക്കുക, സന്ദർശനം. നെക്സ്റ്റ് സൽക്കരിക്കുക. സൽക്കരിക്കുക എന്താ വരുവാ നേരം? സന്ദർശിക്കുക, സന്ദർശനം. സൽക്കരിക്കുക, സൽക്കാരം. മനസ്സിലായോ? മാതൃക നോക്കി പൂരിപ്പിക്കുക എന്നുള്ളതില് ഒന്നാമത്തെ നമുക്ക് തന്നിട്ടുണ്ട്. മാതൃക എങ്ങനെ തന്നിട്ടുണ്ട്. സന്ദർശിക്കുക, സന്ദർശനം. സൽക്കരിക്കുക, സൽക്കാരം. എഴുതാനറിയില്ലേ സൽക്കാരം? ഓക്കെ, എഴുതാനറിയല്ലോ? ഓക്കെ. നെക്സ്റ്റ് കൽപ്പിക്കുക. ടെക്സ്റ്റിലും കംപ്ലീറ്റ് ചെയ്യണം മക്കളെ. അത് നോട്ടിലും എഴുതണം, അതുപോലെ ടെക്സ്റ്റിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. കൽപ്പിക്കുക, കൽപ്പന. ഓക്കെ, കറക്റ്റ്. കൽപ്പിക്കുക, കൽപ്പന. കൽപ്പിക്കുക, കൽപ്പന. ആ അർത്ഥം എഴുതുന്നത് പാഠം 8 സമ്മാനപ്പെട്ടി. അർത്ഥം എഴുതി, നമ്മള് പര്യായം എഴുതി, നാനാർത്ഥം എഴുതി. അത് കഴിഞ്ഞ് വാക്യത്തിൽ പ്രയോഗിക്കുക. മിസ് എഴുതി സെൻഡ് ചെയ്തിരുന്നു, അതുകൊണ്ട് അവിടെ വിട്ടു. അത് കഴിഞ്ഞിട്ട് മാതൃക നോക്കി പൂരിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ എഴുതുന്നത്. സൽക്കരിക്കുക, സൽക്കാരം. നെക്സ്റ്റ് എന്താ? കൽപ്പിക്കുക, കൽപ്പന. രണ്ടാമത്തെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? എന്ത്? യോഗ്യതക്കനുസരിച്ച് എന്താ വരുക? യഥായോഗ്യം. അപ്പൊ സമയത്തിനനുസരിച്ച് എന്ന് വരുമ്പോ എന്താ വരുക? അതേപോലെ എന്താ വരുക? യോഗ്യതക്കനുസരിച്ച് യഥായോഗ്യം. അപ്പോ സമയത്തിനനുസരിച്ച് എന്താ വരുക? യഥാസമയം. ഓക്കെ, കറക്റ്റ്. യഥാസമയം, യഥാസമയം, യഥാസമയം. നെക്സ്റ്റ് എഴുതി കഴിഞ്ഞോ ഗ്രേസേ? ഓക്കെ. ക്രമത്തിനനുസരിച്ച് എന്താ വരുക? ക്രമത്തിനനുസരിച്ച്
യഥാക്രമം. യഥാക്രമം. ഓക്കെ, കറക്റ്റ്. യഥാക്രമം. ഓക്കെ, ഇവിടെ എല്ലാം ഹന്ന എഴുതുന്നുണ്ട്. സൽക്കാരം, കൽപ്പന, യഥാസമയം, യഥാക്രമം. യഥാക്രമം എന്ന് എഴുതാൻ അറിയോ എല്ലാവർക്കും? യഥാക്രമം. ഓക്കെ, ഏതു ഛായ വേണ്ടത്? രണ്ടാമത്തെ യഥാക്രമം. ഓക്കെ, യഥാക്രമം. എഴുതിയോ? അത്ര പേരെ കഴിഞ്ഞോ എല്ലാവർക്കും? സായി കൃഷ്ണ കഴിഞ്ഞോ? ഇല്ലേ? അതില് കഴിഞ്ഞോ? അതിലേ ഏഞ്ചൽ എഴുതി കഴിഞ്ഞോ? യഥാക്രമം വരെ എഴുതിയോ? ലക്ഷ്മിപ്രിയ, ഷിസാൻ, ഷഹബാസ് എന്തായി? എഴുതുന്നുണ്ടോ? റുവൈസേ എഴുതുന്നുണ്ടോ? മോൻ കുറച്ച് ലേറ്റ് ആയി കയറിയതല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യണം? ടെക്സ്റ്റിൽ എഴുതി വെക്കണം. ഏത് മാതൃക നോക്കി പൂരിപ്പിക്കാന്നുള്ളത് ഇപ്പൊ ടെക്സ്റ്റിൽ എഴുതി വെക്കുക. എന്നാ പിന്നീട് നിനക്ക് എഴുതിയോ? മാതൃക നോക്കി പൂരിപ്പിക്കാന്നുള്ളതിൽ സന്ദർശിക്കുക, സന്ദർശനം, സൽക്കരിക്കുക, സൽക്കാരം, കൽപ്പിക്കുക, കൽപ്പന, യോഗ്യതയ്ക്കനുസരിച്ച് യഥായോഗ്യം, സമയത്തിനനുസരിച്ച് യഥാസമയം, ക്രമത്തിനനുസരിച്ച് യഥാക്രമം. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തത് സമ്മാന പെട്ടി അല്ലെ? സമ്മാന പ്ലസ് പെട്ടിയാണ് എന്ത്? സമ്മാന പെട്ടി. കൂട്ടിച്ചേർത്ത് എഴുതുന്നത് എഴുതിക്കോ. സമ്മാന പ്ലസ് ഇട്ടോ അതിന്റെ ഇടയില്. അതുപോലെ ഓർമ്മ പ്ലസ് ചെപ്പ്, ഓർമ്മച്ചെപ്പ്. ഇച്ഛ വരും. ഓർമ്മച്ചെപ്പ്. ഓർമ്മ പ്ലസ് ചെപ്പ്, ഓർമ്മച്ചെപ്പ്. ഓർമ്മച്ചെപ്പ് എഴുതി കഴിഞ്ഞു അല്ലേ? ഓർമ്മച്ചെപ്പ് വരെ എഴുതിയോ എല്ലാവരും? വേഗം എഴുതുന്നുണ്ടല്ലോ. കുറെ പ്ലസ് കാലം എങ്ങനെ വരും? കായിരട്ടിക്കും അല്ലെ? കുറെ കാലം വരും. ഓക്കെ, കുറെ കാലം എഴുതണം. ഓർമ്മച്ചെപ്പ്, ഓർമ്മ പ്ലസ് ചെപ്പ് എന്ത് വരും? ചായിരട്ടിക്കും. ഓർമ്മച്ചെപ്പ്. ഓക്കെ, ഇവിടെ ഹന്ന എഴുതിയിട്ടുണ്ട് ഓർമ്മച്ചെപ്പ്. ഓക്കെ, അടുത്ത എന്താ? കുറെ പ്ലസ് കാലം, കുറെ കാലം അല്ലെ? അപ്പൊ അടുത്ത പേജിലേക്ക് പോവാ. അതുവരെയുള്ളത് കംപ്ലീറ്റ് ആയോ എല്ലാവർക്കും? ടെക്സ്റ്റിൽ നിങ്ങൾ ഈ സമയത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്യണേ. നോട്ട് പിന്നീട് വേണമെങ്കിൽ ഇത് നോക്കിയിട്ട് എഴുതാം. ഇപ്പൊ ടൈം ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റിൽ കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞാലും മറ്റേ ഓർമ്മച്ചെപ്പ് എഴുതിയതാണോ റിവൈസ്? ഇത് OM യഥാന്നല്ല. ഇത് എന്താ റിവൈസേ? തെറ്റിപ്പോയതാണോ? ഓർമ്മച്ചെപ്പ് ടൈപ്പ് ചെയ്യാൻ പറയാണ്ട് തെറ്റിപ്പോയി. അതെ അല്ലേ? ഓർമ്മച്ചെപ്പ് എങ്ങനെയാ എഴുതുമെന്ന് അറിയോ? അത് ഞാൻ എഴുതി സെൻഡ് ചെയ്ത് തരാം അഥവാ അറിയില്ലെങ്കിൽ. നെക്സ്റ്റ് നാലാമത്തത് സാമൂതിരി പ്ലസ് എ. എന്താ വരുക? സാമൂതിരി എ. അതുപോലെ നെക്സ്റ്റ് താഴത്തത് കേരളത്തിൽ പ്ലസ് എ. എന്താ വരുക? കേരളത്തിലെ. അതിന്റെ താഴെ എന്താ? കോലത്തിരി പ്ലസ് എ. കോലത്തിരിയെ. യാണ് വരുക. ഏച്ചിനുണ്ടിട്ട് യാ എഴുതണം. കോലത്തിരിയെ. ഓക്കെ,
നെക്സ്റ്റ് അത് മൂന്നും കംപ്ലീറ്റ് ആയോ? നാലാമത്തെ സാമൂതിരിയെ, കേരളത്തിലെ കൊലത്തിരിയെ. ഓക്കെ, അതുവരെ കംപ്ലീറ്റ് ആയവരൊന്ന് പറഞ്ഞേ മിസ്സിനോട് കഴിഞ്ഞെങ്കിൽ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് അഞ്ചാമത്തത് അല്ലേ? എഴുതിയില്ലേ റിഹാനെ? ഇപ്പൊ കുറെ കാലം കഴിഞ്ഞിട്ട് എന്താ എഴുതിയ നമ്മള്? സാമൂതിരി എന്നുള്ളത് അതിലുണ്ടായിരുന്നു. നെക്സ്റ്റ് കേരളത്തിൽ പ്ലസ് എ കേരളത്തിലെ, കോലത്തിരി പ്ലസ് എ കോലത്തിരിയെ. അത് കഴിഞ്ഞ് അഞ്ചാമത്തത് അല്ലെ? അതിന്റെ താഴെയുള്ള അഞ്ചാമത്തത് രാജ പ്ലസ് ആധിപത്യം. എന്താ വരുക? രാജാധിപത്യം അല്ലെ? രാജാധിപത്യം എന്ന് വരും. അപ്പൊ നെക്സ്റ്റ് എന്താ വരുക? ജന പ്ലസ് ആധിപത്യം എന്താ? ജനാധിപത്യം. ഓക്കെ, കറക്റ്റ്. ജനാധിപത്യം. ജനാധിപത്യം. ജനാധി ഏത് ധായാണ്? താ ത ദ ത. നാലാമത്തെ ധായാണ് വേണ്ടത്. നാലാമത്തെ ധ. ഞാൻ മറിച്ചെഴുതുന്ന ധ. എന്നിട്ട് വള്ളി ഇട്ടിട്ട് പാഴെഴുതി താഴെഴുതി എഴുതണം. ഓക്കെ, ജനാധിപത്യം. ജനാധിപത്യം. നെക്സ്റ്റ് മൃഗ പ്ലസ് മൃഗാധിപത്യം. ഓക്കെ, മൃഗാധിപത്യം. നെക്സ്റ്റ് ആറാമത്തത് എന്താണ്? കോലത്തിരി പ്ലസ് ഉടേ. കോലത്തിരിയുടെ. കോലത്തിരിയുടെ. ഓക്കെ, സാമൂതിരിയുടെ. എല്ലാവർക്കും അറിയാം. സാമൂതിരിയുടെ. കുട്ടിയുടെ. നെക്സ്റ്റ് കുട്ടി പ്ലസ് ഉടേ, കുട്ടിയുടെ. റിഹാനെ നല്ല രീതിയിൽ പറഞ്ഞു റിഹാനെ. കുട്ടിയുടെ. ആറാമത്തത് എന്താ റിഹാനെ? ആറാമത്തെ ഒന്നുകൂടി പറയാ. കോലത്തിരി പ്ലസ് ഉടേ, കോലത്തിരിയുടെ. സാമൂതിരി പ്ലസ് ഉടേ, സാമൂതിരിയുടെ. കുട്ടി പ്ലസ് ഉടേ, കുട്ടിയുടെ. ഈ ആയാണ് ടൂച്ചിനോട്ടിട്ട് ഡേ എഴുതണം. കുട്ടിയുടെ. നെക്സ്റ്റ് ഏഴാമത്തത് എന്താ? നടന്നത് പ്ലസ് എല്ലാം, നടന്നതെല്ലാം. അതുപോലെ എങ്ങനെ വരും? മറ്റൊരു ഇതിലേതെങ്കിലും. അതിൽ ഇതിൽ ഏതെങ്കിലും എഴുതി വെക്കല്ലേ കൂട്ടിയിട്ട്. ഇതിൽ ഏതെങ്കിലും എന്നുള്ളത് ഇതിലേതെങ്കിലും. ലാക്ക് മുമ്പില് ഏ എന്ന ചിഹ്നം വരണം. ഇതിലേതെങ്കിലും. ആ ലാ വന്നിട്ട് ലാക്ക് മുമ്പിൽ ഏ ചിഹ്നം വരണം. എന്നാൽ അത് കറക്റ്റ് ആയി. ഓക്കെ, അപ്പൊ അത്ര വരെയാണ് അതിൽ നമുക്ക് ചെയ്യാനുള്ളത് അല്ലെ? അപ്പൊ അതൊന്നുകൂടി പറയാം. നടന്നത് പ്ലസ് എല്ലാം, നടന്നതെല്ലാം. അല്ല പ്ലസ് എങ്കിൽ, അല്ലെങ്കിൽ. ഇതിൽ പ്ലസ് ഏതെങ്കിലും, ഇതിലേതെങ്കിലും. ഷിസ അവിടെ വെറുതെ ഇരിക്കണല്ലേ ഷിസ? എഴുതാതെ. നിങ്ങള് വീഡിയോ ഓഫ് ചെയ്തിട്ട് ഒറ്റ ഒരു കുട്ടി ഇരിക്കണ്ട. എന്തിനാ ഇരിക്കുന്ന അവിടെ? വീഡിയോ ഓഫ് ചെയ്തിട്ട്. നമുക്ക് വാട്സപ്പിൽ ക്ലാസ് കണ്ട് കേട്ടാ പോരെ? ഈ സൂമിൽ കയറേണ്ട ആവശ്യമുണ്ടോ? ഏഴാമത്തത് നടന്നത് പ്ലസ് എല്ലാം, നടന്നതെല്ലാം. നെക്സ്റ്റ് അല്ല പ്ലസ് എങ്കിൽ, അല്ലെങ്കിൽ. ഇതിൽ പ്ലസ് ഏതെങ്കിലും, ഇതിലേതെങ്കിലും. മനസ്സിലായോ? ഇതിലേതെങ്കിലും. ഓക്കെ, ഹന്ന എഴുതിയത് കംപ്ലീറ്റ് ശരിയാണ്. കുട്ടിയുടെ അല്ലെങ്കിൽ. ഓക്കെ, ഇതിലേതെങ്കിലും. നെക്സ്റ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം എന്നാണ് അല്ലെ? അതുവരെ എല്ലാവർക്കും ഫിനിഷ് ആയില്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ചോദിക്കാം. അല്ല എഴുതി കഴിയാത്തവരുണ്ടെങ്കിൽ മിസ് വെയിറ്റ് ചെയ്യാം. ഓക്കെ,
ഇനിയിപ്പൊ കുറച്ച് ലേറ്റ് ആയി കയറി ഏബൽ കുറച്ച് ലേറ്റ് ആയിട്ട് കയറിയ കുട്ടിയാണ് അപ്പൊ കേട്ടിട്ടുണ്ടാവില്ല ആദ്യം എന്താ പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങളിപ്പോ ഈ മാതൃക നോക്കി പൂരിപ്പിക്കുക എന്നുള്ളത് ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നോട്ടിലേക്ക് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോ നോട്ടിൽ ഇതൊക്കെ ഉണ്ടാവണം. അർത്ഥം എന്തൊക്കെയാ നമ്മളിപ്പോ പറഞ്ഞത്, അതൊക്കെ ഉണ്ടാവണം. അർത്ഥം, പിന്നെന്താ പറഞ്ഞത്, പര്യായ പദം, നാനാർത്ഥം. വാക്യത്തിൽ പ്രയോഗിക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിന് മുമ്പ് പിന്നീട് എഴുതാം. മിസ് എഴുതി സെൻഡ് ചെയ്ത് തരും. നെക്സ്റ്റ് മാതൃക നോക്കി പൂരിപ്പിക്കുക എന്നുള്ളതില് സന്ദർശിക്കുക, സൽക്കരിക്കുക, കൽപ്പിക്കുക എഴുതുക. എന്ത്? സന്ദർശനം, സൽക്കാരം, കൽപ്പന. നെക്സ്റ്റ് രണ്ടാമത്തത് യോഗ്യതയ്ക്ക് അനുസരിച്ച് യഥായോഗ്യം, സമയത്തിനനുസരിച്ച് യഥാസമയം, ക്രമത്തിനനുസരിച്ച് യഥാക്രമം, സമ്മാന പ്ലസ് പെട്ടി സമ്മാനപ്പെട്ടി, ഓർമ്മ പ്ലസ് ചെപ്പ് ഓർമ്മച്ചെപ്പ്, കുറെ പ്ലസ് കാലം കുറെ കാലം. ഓക്കെ, നെക്സ്റ്റ് നാലാമത്തത് സാമൂതിരി പ്ലസ് എ സാമൂതിരിയെ, കേരളത്തിൽ പ്ലസ് എ കേരളത്തിലെ, കോലത്തിരി പ്ലസ് എ കോലത്തിരിയെ. അഞ്ചാമത്തത് രാജ പ്ലസ് ആധിപത്യം രാജാധിപത്യം, ജന പ്ലസ് ആധിപത്യം ജനാധിപത്യം, മൃഗ പ്ലസ് ആധിപത്യം മൃഗാധിപത്യം, കോലത്തിരി പ്ലസ് ഉടെ കോലത്തിരിയുടെ, സാമൂതിരി പ്ലസ് ഉടെ സാമൂതിരിയുടെ, കുട്ടി പ്ലസ് ഉടെ കുട്ടിയുടെ, നടന്നത് പ്ലസ് എല്ലാം നടന്നതെല്ലാം, അല്ല പ്ലസ് എങ്കിൽ അല്ലെങ്കിൽ, ഇതിൽ പ്ലസ് ഏതെങ്കിലും ഇതിലേതെങ്കിലും. ഓക്കെ, അപ്പൊ അത്ര വരെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താന്നാണ് അല്ലെ. അതിൽ ഫസ്റ്റ് വൺ എന്താണ് ചോദ്യം? ഉള്ളിൽ പരസ്പരം മത്സരവും ആക്ഷേപവും ഉണ്ടായിരുന്നത് ആർക്കാണ്? ഓക്കെ, കോലത്തിരിക്കും തമ്മിലാണ് ഉള്ളിൽ പരസ്പരം മത്സരവും ആക്ഷേപവും ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇപ്പൊ എഴുതണ്ട കേട്ടോ, ക്വസ്റ്റ്യൻ ഒന്നും എഴുതണ്ട, മെസ്സേജ് സെൻഡ് ചെയ്ത്. കോലത്തിരി സാമൂതിരിയെ കളിയാക്കിയത് എങ്ങനെയാ കളിയാക്കിയത്? സാമൂതിരിയെ ഒന്ന് കളിയാക്കിയതുകൊണ്ടാണ് കോലത്തിരി അല്ലെങ്കിൽ ഒരാള് പറ കോലത്തിരി സാമൂതിരിയെ കളിയാക്കിയത് എങ്ങനെയാ കളിയാക്കിയത്? കോലത്തിരി കത്തും സാമൂതിരി കൊത്തും. കോലത്തിരി കത്തുമോ സാമൂതിരി കോലത്തിരി കത്തും സാമൂതിരി കൊത്തും. കോലത്തിരി കത്തും സാമൂതിരിയെ കളിയാക്കണം എന്ന് വെച്ച് സാമൂതിരിയെ കോലത്തിരി കോലത്തിരി പറഞ്ഞു സാമൂതിരി കുത്തുമെങ്കിൽ ഒരു മിനിറ്റ്, ഒരാള് മാത്രം അതിന്റെ ആൻസർ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയണല്ലോ. ഒറ്റയാൾ അതിന്റെ ആൻസർ പറഞ്ഞേ. എന്തായിരുന്നു? കോലത്തിരി കത്തുമോ സാമൂതിരി ചോദിച്ചു. അപ്പൊ കോലത്തിരി സാമൂതിരിയെ എങ്ങനെയാ കളിയാക്കിനി? കോലത്തിരി സാമൂതിരിയെ കുത്തുമോ എന്ന് ചോദിച്ചു. അപ്പൊ സാമൂതിരി പറഞ്ഞു ചിലപ്പോൾ കുത്തും. കോലത്തിരി ചിലപ്പോൾ കത്തും, സൂക്ഷിക്കണം എന്ന് കോലത്തിരി മറുപടി പറഞ്ഞ സമയത്ത് എന്ത് പറഞ്ഞു? കോലത്തിരി കത്തുമെങ്കിൽ സാമൂതിരി കുത്തുന്നു പറഞ്ഞു അല്ലേ? ഓക്കെ, അങ്ങനെയല്ലേ കളിയാക്കിയത്. നെക്സ്റ്റ് കോലത്തിരിയുടെ ആക്ഷേപത്തിന് സാമൂതിരിയുടെ മറുചോദ്യം എന്തായിരുന്നു? അത് രണ്ടാളും പേര് മാറിപ്പോയത് കേട്ടോ, എന്നിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. കോലത്തിരിയുടെ ആക്ഷേപത്തിന് എന്നാ കോലത്തിരി എന്നാ ആക്ഷേപിച്ചിന്? കോലത്തിരി കുത്തുമോ എന്ന് ചോദിച്ചു അല്ലേ കോലത്തിരി? ഓക്കെ, സാമൂതിരി കുത്തുമോ എന്ന് ചോദിച്ച സമയത്ത് എന്ത് പറഞ്ഞു? കോലത്തിരി അല്ലേ സാമൂതിരിയോട് ചോദിച്ചു സാമൂതിരി കുത്തുമോ എന്ന് ചോദിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു? അപ്പൊ എങ്ങനെയാ അതിന്റെ ആൻസർ എഴുതുക നിങ്ങളെ? ഇപ്പം കോലത്തിരിയുടെ ആക്ഷേപത്തിന് സാമൂതിരിയുടെ മറു ചോദ്യം എന്തായിരുന്നു? കോലത്തിരിയുടെ ആക്ഷേപത്തിന് എന്താ? കോലത്തിരി സാമൂതിരി കുത്തുമോ എന്നാണ് കോലത്തിരി ആക്ഷേപിച്ചല്ലേ?
അപ്പൊ എന്ത് ചെയ്തു? അങ്ങനെയല്ലേ ചോദിച്ചത്. അപ്പൊ എന്തായിരുന്നു ആക്ഷേപത്തിന് മറുപടി? കോലത്തിരി അല്ല, എന്താ പറഞ്ഞേ? കോലത്തിരി കത്തുമോ? ആ ഓക്കെ, കോലത്തിരി കത്തുമോ എന്നാണ് സാമൂതിരി ചോദിച്ചത് അല്ലേ, മറുപടിയായി പറഞ്ഞത്. നെക്സ്റ്റ്, കോലത്തിരി സാമൂതിരിയോട് പ്രതികാരം ചെയ്തത് എങ്ങനെ? ആ വെടിമരുന്ന് അത് കോലത്തിരി വളരെ കാലത്തിന് ശേഷം കോലത്തിരി സമ്മാനമായി കൊടുത്തയച്ചു. സാമൂതിരിക്ക് വിശേഷപ്പെട്ട ഒരു സമ്മാനമായത് പെട്ടി നിറയെ വെടിമരുന്ന്. ഉടനെ ഒരു സൂത്രം കിടക്കിയിരുന്നു. സംഭവം മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ അതാണല്ലേ പ്രതികാരം ചെയ്തത്. ഓക്കെ, കോലത്തിരിയുടെ ഭൃത്യന്മാർ സാമൂതിരിയെ ഏൽപ്പിച്ചത് എന്ത്? കോലത്തിരിയുടെ ഭൃത്യന്മാർ കൂട്ടിയ പെട്ടിയും താക്കോലുമാണ് കോലത്തിരിയുടെ ഭൃത്യന്മാർ സാമൂതിരിയെ ഏൽപ്പിച്ചത്. കോലത്തിരി കൊടുത്തയച്ച സമ്മാനം സാമൂതിരി സ്വീകരിച്ചത് എങ്ങനെ? അത് വെള്ളത്തിൽ കൊണ്ടുവന്നതിന്. ഓക്കെ, ഭൃത്യന്മാരോട് കൽപ്പിച്ചു. ഭൃത്യന്മാരോട് അത് വെള്ളത്തിൽ മുക്കിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അല്ലെ? അതിനുശേഷമാണ് അത് സ്വീകരിച്ചത്. പെട്ടി എടുത്തു കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കി എടുത്തുകൊണ്ട് വരികയും ചെയ്തു. അങ്ങനെയാണ് അത് സ്വീകരിച്ചത്. വെള്ളത്തിൽ മുക്കിക്കൊണ്ടുവന്നിട്ട് അതിന് ശേഷമാണ് കോലത്തിരി കൊടുത്ത സമ്മാനപ്പെട്ടി സാമൂതിരി സ്വീകരിച്ചത്. കോലത്തിരിയുടെ കുണ്ഠിതത്തിന് കാരണമെന്ത്? എന്തായിരുന്നു കോലത്തിരിയുടെ സങ്കടത്തിന്? കുണ്ഠിതം എന്ന് പറഞ്ഞാൽ ദുഃഖം. ദുഃഖത്തിന് കാരണമെന്ത്? എന്തായിരുന്നു? കുണ്ഠിതമുണ്ടായി. കോലത്തിരിയുടെ ഭൃത്യന്മാർ തിരിച്ചു നടന്നാൽ അദ്ദേഹത്തെ അറിയിച്ചു. തന്റെ തന്ത്രം എന്തോർത്തിട്ടാണ്? തന്റെ തന്ത്രം ഫലിച്ചില്ലല്ലോ എന്നോർത്തു. കുണ്ഠിതം ഉണ്ടായത്. തന്റെ തന്ത്രം ഫലിച്ചില്ലല്ലോ എന്നോർത്താണ് കോലത്തിരിക്ക് കുണ്ഠിതം ഉണ്ടായത്. നെക്സ്റ്റ്, സാമൂതിരി കോലത്തിരിക്ക് കൊടുത്തയച്ച സമ്മാനം എന്തായിരുന്നു? സാമൂതിരി കോലത്തിരിക്ക് കൊടുത്തയച്ച സമ്മാനം സമ്മാനം കടന്നൽ കൂടുകൾ അല്ലെ? നെക്സ്റ്റ്, തനിക്ക് അമളി പറ്റാതിരിക്കാൻ കോലത്തിരി ചെയ്തത് എന്ത്? അതിന്റെ ഫലം എന്തായിരുന്നു? തനിക്ക് അമളി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വെള്ളത്തിൽ കൊണ്ടുവന്നത്. പക്ഷെയോ അപ്പോഴേക്കോ അത് കടന്നൽ കൂടുകൾ ആയതുകൊണ്ട് വെള്ളത്തിൽ മുക്കിയ സമയത്ത് എന്ത് ചെയ്തു? ഇളകി വശായി അത് കോലത്തിരിയെ നന്നായി കഴിച്ചു അല്ലെ? അതിന്റെ ഫലം എന്തായിരുന്നു? അതാണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ്, ഇവിടെ ആരുടെ തന്ത്രമാണ് ഫലവത്തായത്? സാമൂതിരിയുടേതോ? ഓക്കെ, കോലത്തിരി ഇളിപ്പിനാവുമല്ലോ ഇതല്ലേ? ഓക്കെ, അതുകൊണ്ട് സാമൂതിരിയുടെ തന്ത്രമാണ് ഇവിടെ ഫലവത്തായത്. ഓക്കെ, അപ്പൊ പിന്നെ പറയുന്നത് ഓക്കെ, പിന്നെന്താ പറയുന്ന അടുത്ത ഐതിഹ്യമാലയിൽ നിന്നും ഇതുപോലെ രസകരമായ കഥകൾ കണ്ടുപിടിച്ച് വായിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ രസകരമായ കഥകൾ കണ്ടുപിടിച്ച് വായിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഈ പാഠം ഫിനിഷ് ആയിട്ടുണ്ട്. കുറച്ച് വായിപ്പിക്കണം എന്നുണ്ടായിരുന്നു നിങ്ങളെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്ന് വായിപ്പിക്കാം ടെക്സ്റ്റ് നല്ലപോലെ. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ഇത് ഇപ്പൊ എഴുതാത്ത കുട്ടികള് ഇന്നത് എഴുതണം. നെറ്റ് പ്രോബ്ലം കൊണ്ടൊക്കെ കയറാൻ കുട്ടികൾ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവര് ഇന്ന് തന്നെ അത് എഴുതണം. ഇന്ന് തന്നെ എഴുതിയെടുക്കണം. അതുകൊണ്ട് നമുക്ക് ഈ ഒരു എക്സാമിന് ഇത് കൂടി ഉണ്ടാവും. എഴുതിയത് അയച്ചു തരണം മിസ്സിന് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പാഠം 8 സമ്മാനപ്പെട്ടി കൂടെ നമ്മുടെ എക്സാമിന് ഉണ്ട് കേട്ടോ. അതുവരെ ഉള്ളത് ഫുള്ള് പഠിക്കണം. ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ബാക്കിയത്തെ പ്രയോഗിക്കുന്നതും ക്വസ്റ്റ്യൻ ആൻസറും സെൻഡ് ചെയ്ത് തരും. ഓക്കെ, ബൈ.
ബൈ മിസ്. See you. Bye. അപ്പൊ എല്ലാരും എന്ത് ചെയ്യണം? എക്സാമിന് വേണ്ടി നല്ലപോലെ പഠിക്കണം. എല്ലാ സബ്ജക്റ്റും. ഓക്കെ ബൈ. 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 Thank you, miss.